നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരള എൻട്രൻസിൻ്റെ അപേക്ഷ എടുക്കുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നേറ്റിവിറ്റിയുമായി സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദേശത്ത് ജനിച്ച കുട്ടികൾ എന്ത് ചെയ്യുമെന്നുള്ളത്. പല അക്ഷയ സെൻറ്ററിൽ ചോദിക്കുമ്പോഴും അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം, നേരിട്ട് നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സംഭവം ഈ വിദേശത്ത് ജനിച്ച കുട്ടികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കീമിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് കുട്ടികൾ, പുറത്ത് ജനിച്ച കുട്ടികളുണ്ടാകും. അവരുടെ പാരൻസ്, ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് കുട്ടികൾ പുറത്ത് ജനിച്ചോ, അല്ലെങ്കിൽ ഒന്നുകിൽ വിദേശത്ത് ജനിച്ചതോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ ജനിച്ചതോ ആയ കുട്ടികൾ, അവരുടെ പാരൻറ്റ് കേരളീയരായിരിക്കും. അപ്പോൾ അവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇതിനകത്ത് പറയാം, ഞാൻ അതിന് ആൻസർ നൽകുന്നതായിരിക്കും. ഇതും ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, നമ്മൾ കീമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ സൈറ്റിൽ കയറുക. kinfo.ce@kerala.government.in എന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്കൊരു ഫോം കിട്ടും. ആ ഫോം അപ്ലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിൽ നമ്മൾ കേരളീയനാണ് എന്ന് തെളിയിക്കാനുള്ളത്. അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളുടെ, അത് മനസ്സിലായല്ലോ, നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കേരളീയനായാൽ മതി. അവർ ആ ഒരു ഫോം അപ്ലോഡ് ചെയ്തെടുക്കുക. അത് നമ്മൾ ഫില്ല് ചെയ്ത് വില്ലേജ് ഓഫീസറെ കൊണ്ട് കാണിക്കുക. അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ആർക്കാണോ അപേക്ഷ അയക്കേണ്ടത് അയാളുടെ SSLC ബുക്കിൻ്റെ കോപ്പി ഒറിജിനൽ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ നമ്മൾ കേരളീയനാണെന്ന് തെളിയിക്കേണ്ടത്, അവരുടെ ആരെങ്കിലും ഒരാളുടെ മതി കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ ആണ്, കുട്ടി കേരളീയനല്ല, അവൻ ഒമാനിലാണ് ജനിച്ചത്. അപ്പോൾ അവൻ്റെ അച്ഛൻ കേരളീയനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അച്ഛൻ്റെയും ആ കുട്ടിയുടെയും SSLC ബുക്ക് ഒറിജിനലും കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് അതുണ്ടായിരിക്കണം. ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്യുക. അതിനോടൊപ്പം റേഷൻ കാർഡ്, ഇവയെല്ലാമായി ഒറിജിനലും കോപ്പിയുമായി നമ്മൾ വില്ലേജ് ഓഫീസറെ കാണുക. വില്ലേജ് ഓഫീസറെയാണ് കാണേണ്ടത്. വില്ലേജ് ഓഫീസറെ കണ്ട് ഒപ്പും സീലും ഇട്ട് മേടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫോം അപ്ലോഡ് ചെയ്യണം. നേറ്റിവിറ്റിയുടെ സ്ഥാനത്ത് അതേ സൈസിൽ ഈ PDF രൂപത്തിലാക്കി അത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇങ്ങനൊരു സംശയം കുറേ കുട്ടികൾക്ക് ചോദിച്ചത്, ഒരുപാട് ചാനലിലും ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്, ഞാനിത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ക്ലാരിഫൈ ചെയ്ത് പറയാൻ എനിക്ക് സാധിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത ബന്ധുവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് അത് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞു. ആ കുട്ടി അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു, കീമിനെ അയക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.